മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നിർണായക നീക്കങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് 2 ആഴ്ച ബാക്കി നിൽക്കെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായ VD സതീശനും രമേശ് ചെന്നിത്തലയും സംയുക്ത MLA-മാരുടെ പിന്തുണ തേടി നീക്കങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ഇരുവരും സ്ഥാനാർത്ഥികളുമായി കൂടിക്കാഴ്ചകളും ഫോൺ സംഭാഷണങ്ങളും നടത്തിവരികയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രതിസന്ധി. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ചികിത്സ തേടിയെത്തുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കടുത്ത പ്രതിസന്ധി. വെള്ളം കിട്ടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവും മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ മാറ്റിവെച്ച സാഹചര്യവും ഉണ്ടായി. സർജിക്കൽ ബ്ലോക്കിലെ ജലസംഭരണികളിലേക്ക് വെള്ളമെത്തിക്കുന്ന പമ്പുകൾ തകരാറിലായതിനാലാണ് പ്രശ്നത്തിന് കാരണമായത്. പമ്പുകൾ നന്നാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശുചിമുറിയിലേക്കുൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്കായി ടാങ്കറുകളിൽ വെള്ളമെത്തിച്ച് പരിഹാരം കാണാനാണ് ശ്രമം. കേരളത്തിൽ ഇക്കുറി 5 സീറ്റുകൾക്കപ്പുറം വിജയം നേടാമെന്ന പ്രതീക്ഷയിൽ BJP. പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിലൂടെ മറ്റു മുന്നണികളെ വെല്ലുവിളിക്കാൻ കഴിഞ്ഞതും വോട്ട് വിഹിതത്തിൽ ശ്രദ്ധേയമായ വർധനയുണ്ടാകുമെന്നാണ് BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പോളിംഗ് ശതമാനം കൂടി പരിഗണിച്ചാൽ നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് BJP കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത്. തിരുവനന്തപുരം, കുന്നത്തുനാട്, ചാത്തന്നൂർ എന്നിവിടങ്ങളിൽ മികച്ച സാധ്യതയുണ്ടെന്ന വിലയിരുത്തലും യോഗത്തിലുയർന്നു. മോദിയുടെ യോഗത്തിൽ വെച്ച് CPIയെ കയ്യേറ്റം ചെയ്ത സംഭവം. SIക്ക് സസ്പെൻഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷാ ഡ്യൂട്ടിക്കിടെ CIയെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ നടപടി. തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷൻ പ്രൊബേഷൻ SI കൃഷ്ണമോഹനെ സസ്പെൻഡ് ചെയ്തു. തിരുവല്ലയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. പ്രധാനമന്ത്രി വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെയാണ് പത്തനംതിട്ട കൊടുമൺ CIA SI കൃഷ്ണമോഹനും സംഘവും ചേർന്ന് കയ്യേറ്റം ചെയ്തത്. ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും കൊടുമൺ CIയുടെ നെയിം പ്ലേറ്റ് വലിച്ചു കീറുകയും ചെയ്തതായാണ് പരാതി. ആക്രമണം നടക്കുമ്പോൾ SIയും സംഘവും മദ്യലഹരിയിലായിരുന്നുവെന്നാണ് ആരോപണം. കേരളം ഒന്നാകെ നിതിൻ രാജിന്റെ കുടുംബത്തിനൊപ്പം. പ്രതികരണവുമായി മുഖ്യമന്ത്രി. പുരോഗമന കേരളത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തവരാണ്. മിടുക്കനായ വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ആരായാലും മാപ്പർഹിക്കാത്ത കുറ്റമാണെന്നും കേരളമാകെ നിതിൻ രാജിന്റെ കുടുംബത്തിനൊപ്പമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം.